സർ, പഹൽഗാമിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുക അതാണോ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഒരു അശ്രാന്ത പരിശ്രമം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ചില പ്രകടനങ്ങൾ കണ്ടാൽ തോന്നിപ്പോകും. എന്താണോ പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ ഫീൽഡ് മാർഷൽ മുനീർ എന്താണോ പഹൽഗാമിൽ ഉദ്ദേശിച്ചത് അത് തന്നെയല്ലേ ഒമർ അബ്ദുള്ളയും ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായി അദ്ദേഹത്തെ പോലെ ഒരാൾ മതിലൊക്കെ ചാടിക്കടന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഷോ ഓഫ് സൂചിപ്പിക്കുന്നതും അത് തന്നെയല്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം 370-ാം വകുപ്പ് 2019 എടുത്തു കളയുന്നു. അതിനു മുമ്പ് കാശ്മീർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന രണ്ട് കുടുംബങ്ങളാണ്. ഒന്ന് ഒമർ അബ്ദുള്ളയുടെ കുടുംബവും ഒന്ന് അറിയാലോ, മുഫ്തി കുടുംബവും. ഇവരുടെ രണ്ടുപേരും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു കാശ്മീർ. ഇതിനകത്ത് 370-ാം വകുപ്പ് പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നു. ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അവിടെ സ്വതന്ത്ര പദവിയുള്ള സംസ്ഥാനമല്ല. ഡൽഹിയുടെയൊക്കെ കൂട്ട് മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യത്തിനകത്തും സ്വതന്ത്ര പദവി ഇല്ല. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. സ്വതന്ത്ര പദവി അദ്ദേഹത്തിന് ചോദിക്കണം, അല്ലെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പഹൽഗാം ഉണ്ടാകുന്നത്. പഹൽഗാം ഉണ്ടാവുന്നത് സ്വതന്ത്ര പദവി ചോദിക്കുന്നതിന് വിഘ്നമാകും, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു രീതി വരുമെന്ന് തോന്നി. ഒരുപക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കിനിയും സ്വതന്ത്രം അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ പോയാൽ മതി, എനിക്ക് പഹൽഗാമിനെ തടയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജനവികാരത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഈ പറയുന്ന ഒമർ അബ്ദുള്ള തന്നെയാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ശവം മാന്തി പുറത്തെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഷോ ഓഫ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവന്ന് വീണ്ടും കാശ്മീരിനെ കത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് 370-ാം വകുപ്പ് ഉണ്ടായിരുന്ന കാശ്മീർ അല്ലെങ്കിൽ പഴയ കാശ്മീർ, ആ കാശ്മീരിന് ചില പ്രത്യേക പദവി ഉള്ള കാശ്മീർ, ആ കാശ്മീരിനെ പരിശോധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പല കാര്യത്തിലും വ്യത്യസ്തമായിരുന്നല്ലോ. അവർക്ക് പ്രത്യേക കൊടി, അവർക്ക് പ്രത്യേക ഭരണഘടന, അവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ. അതുപോലെ തന്നെ കാശ്മീരിലേക്ക് പോകുന്ന പണം മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ അതിന് ഓഡിറ്റ് ഉണ്ടാകുമ്പോൾ കാശ്മീരിൽ കൊടുക്കുന്ന പണം എന്തിന് ചിലവഴിച്ചു എന്നതിന്റെ കണക്ക് പോലും കേന്ദ്രത്തിന് കൊടുക്കണ്ട. മാത്രമല്ല, കാശ്മീരുകാർക്ക് വെളിയിൽ വന്ന് വസ്തു മേടിക്കാം. കാശ്മീരിൽ ചെന്ന് നമുക്ക് വസ്തു മേടിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു പ്രത്യേക രാജ്യം ഇന്ത്യക്കകത്ത് രൂപപ്പെട്ട് നിന്നിരുന്ന രീതിയിലേക്ക് പോകുന്നു. ആ പ്രത്യേക രാജ്യത്തിനകത്ത് ആ ഭരണം നടത്തിയിരുന്ന രണ്ട് കുടുംബങ്ങളുടെയും താല്പര്യം അതങ്ങനെ നിലനിർത്തി അവർക്ക് ഈ ഇന്ത്യ സംസ്ഥാനത്തെ കാശ്മീരിനെ കൊള്ളയടിക്കുന്നതിനും ഇംഗ്ലണ്ട് പോലെയുള്ള സ്ഥലത്ത് കോടാനുകോടി രൂപ, അതായത് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യക്കകത്ത് വിഘടനവാദ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് നീതു പറഞ്ഞതുപോലെ ഈ മുനീറിന്റെ കൂട്ടും അതിനു മുമ്പിരുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നടത്തിക്കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള വിഘടനവാദ ശക്തികളുടെ ഭാഗമായിട്ട് നിന്ന് കാശ്മീർ ഭരിച്ചുകൊണ്ട് പോയ ഒമർ അബ്ദുള്ള ഇപ്പം 370-ാം വകുപ്പിന് ശേഷം 2019 ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉള്ള സമയമായില്ലെങ്കിൽ പോലും നമുക്ക് സുപ്രീം കോടതിയുടെ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം പലവട്ടം ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പല ആൾക്കാരും ചർച്ച ചെയ്തിട്ടുള്ള. അതിനുശേഷം അതുവരെ ഇല്ലാതിരുന്ന ഒരു വിഘടനവാദം, ഒരു ഭീകരാക്രമണം, അല്ലെങ്കിൽ പല രീതിയിൽ പലയിടത്തും ആക്രമണം നടത്തുന്നു, പല തൊഴിലാളികളെ കൊല്ലുന്നു, ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നു. അതിനുശേഷമാണ് ഈ പഹൽഗാം സംഭവിക്കുന്നത്. പഹൽഗാം സംഭവിക്കുന്നത് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അതുവരെ ഉണ്ടായിരുന്ന ടെററിസ്റ്റ് ആക്രമണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ലോകം ചർച്ച ചെയ്യുന്ന രീതി. അതായത് ഒരു മനുഷ്യൻ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് തിരഞ്ഞ് മാറ്റി നിർത്തി അതിനുവേണ്ടി ഒരുപക്ഷെ കൽമ ചൊല്ലിക്കുക അല്ലെങ്കിൽ വസ്ത്രം മാറ്റി ബോധ്യപ്പെട്ടു കൊല്ലുന്ന രീതിയിലേക്ക് ലോകം ചർച്ച ചെയ്യുന്ന, അതായത് കൃത്യമായിട്ട് കാശ്മീർ ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം മതി, മറ്റുള്ളവർ ഇവിടെ വേണ്ട എന്നുള്ള മെസ്സേജ് ഇന്ത്യയിൽ കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരു കൃത്യമായ ഓപ്പറേഷന് ശേഷം കാശ്മീരിലെ ജനത
ആ കാശ്മീരിലെ ജനത ഇത്തരത്തിൽ ഭീകരവാദത്തിന് എതിരെ ഒന്നിച്ച് റോഡിലിറങ്ങിയപ്പോൾ ഈ ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ മതമൂല്യവാദികളെ അവിടെ നിലനിർത്തിക്കൊണ്ടിരുന്ന ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്ന് വിചാരിക്കുന്ന ഈ പറയുന്ന മുഫ്തി കുടുംബവും ഒമർ അബ്ദുള്ള കുടുംബവും ജനത്തിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. അവർക്ക് അഭിപ്രായം പറഞ്ഞു. പക്ഷേ പഹൽഗാമിന് ശേഷം ഇപ്പൊ ഇത്രയും ഇങ്ങോട്ട് മാറിയപ്പോൾ അയാളിലുണ്ടായിരുന്ന ആ പഴയ വിഘടനവാദം അല്ലെങ്കിൽ ആ മതമൗലികവാദം അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അതിൽ നിന്ന് ആദായം മേടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരുപക്ഷെ ബന്ധം പാകിസ്ഥാനുമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റുന്ന ആ ഭരണാധികാരി വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങളെ കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക്, ഇന്ത്യക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക്, ഇന്ത്യക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള കാശ്മീർ ജനങ്ങളെ വീണ്ടും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചാടിക്കയറ്റം, ഒരു മതിൽ ചാട്ടം എന്ന് തന്നെ കരുതേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഈ നേരത്തെ കാശ്മീർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരുപക്ഷെ ഈ സംഭവം നടക്കുന്നത് 1931 ജൂലൈ 13 ഈ പറയുന്ന കാശ്മീർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് രാജാ ഹരിസിംഗ്, അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നല്ലെന്ന് അറിയാമല്ലോ. ഹരിസിംഗ് ഹിന്ദുവാണ്. ആ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഈ വിഘടനവാദത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്നേ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പലരുടെയും ഈ വിഘടനവാദ ശക്തികളുടെ നേതാവായിട്ട് നിന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രകടനം നടക്കുകയും വളരെ വലിയൊരു ജനക്കൂട്ടം ഈ രാജാവ്, അതായത് ആ മുദ്രാവാക്യത്തിന്റെ ഉള്ളറ അല്ലെങ്കിൽ അതിന്റെ സത്ത എന്ന് പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഞങ്ങളെ ഭരിക്കാൻ ഹിന്ദു രാജാവ് എന്തിന്, മനസ്സിലായല്ലോ. അപ്പൊ അവിടുത്തെ ആ ഒരു രീതിയിലേക്ക് മതേതര ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് ഹിന്ദു രാജാവ് ഭരിക്കുന്നതിനെതിരെ സമരം ചെയ്യുകയും ആ സമരം അക്രമാസക്തമാവുകയും അന്ന് ഈ പറയുന്ന ഈ രാജാവിന്റെ കെയർ ഓഫിലുള്ള പട്ടാളം ഇവരെ വെടിവെക്കുകയും അതിനകത്ത് 19 പേർ മരണപ്പെടുകയും ചെയ്തു. ഇവർക്കൊരു രക്തസാക്ഷി പരിവേഷം അന്നു തൊട്ടേ കൊടുത്തു പോകുന്ന ഒരു രീതി ഈ പറയുന്ന ഓമറിനും ഈ പറയുന്ന മുഫ്തിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ ജൂലൈ 13 ആകുമ്പോൾ അവിടെ ഒരു പുഷ്പാർച്ചനയും ഒരു രക്തസാക്ഷി പരിവേഷവും നമുക്കറിയാമല്ലോ. ഈ ഇവിടുത്തെ തന്നെ 100 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ ഈ മലബാറിൽ നടന്ന മലബാർ കലാപം, ആ മലബാർ കലാപം എന്ന് പറയുന്ന വർഗീയ കലാപം, ആ കലാപത്തെ വെള്ളപൂശി സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി നിർത്തി അതിന് പെൻഷൻ കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കേരളം പോലെ, അല്ലെങ്കിൽ മതമൗല്യവാദികളെ പ്രതീക്ഷിച്ച് കേരളത്തിൽ ഭരണം നടത്തുകയും അത്തരത്തിൽ അവരുടെ സഹായത്തോടു കൂടി ഇന്ത്യ മഹാരാജ്യത്തെ ശിഥിലീകരിക്കുകയും ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ. അപ്പൊ ഈ 2019 370 വകുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള ക്രിയകളെല്ലാം ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും നിർത്തി. അവിടെ ആരും കയറണ്ട, ഇനി അവിടെ പുഷ്പാർച്ചന നടത്തണ്ട, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഇത് ഇനി ഇവിടെ അനുവദിക്കുന്ന അവസ്ഥയില്ല, പുരോഗതിയിലേക്ക് പോകണം, ഇന്ത്യയുടെ ഭാഗമായിട്ട് പോകണം, പാകിസ്ഥാന്റെ ഭാഗമായിട്ട് വിഘടനവാദ ശക്തികളുടെ ചർച്ചയും അല്ലെങ്കിൽ തീരുമാനങ്ങളും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രീതിയും രാഷ്ട്രീയക്കാരും ഒന്നും വേണ്ട. അതുകൊണ്ട് അത്തരത്തിൽ അതിനെതിരെ സമരം ചെയ്തവരെ വീട്ടുതടങ്കലിലാക്കി ആ രാജ്യത്ത് ആ സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാക്കി, വികസനം ഉണ്ടാക്കി, വലിയ വലിപ്പത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് കല്ലെറിയുന്ന അല്ലെങ്കിൽ പട്ടാളക്കാരെ കല്ലെറിഞ്ഞ ഭാഗത്ത് നിന്നും ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ടൂറിസവും അത്തരത്തിൽ റോഡുകളും വിമാനത്താവളങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉരുത്തിരിച്ചപ്പോഴാണ് ഈ പഹൽഗാം ഉണ്ടായത്. ആ പഹൽഗാമിന്റെ കൂടെ കൂടുകയെ മാർഗമുള്ളൂ. അതുകൊണ്ട് ഒമർ അബ്ദുള്ള അന്ന് കൂടെ കൂടി വീണ്ടും കാശ്മീരിനെ പഴയ കാശ്മീർ ആക്കുന്നതിന് വേണ്ടി വിഘടനവാദി ശക്തികളുടെ കൂടെ കൂടി ആ കാശ്മീരിനെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ആ ജൂലൈ 13 ഇന്ത്യ ഗവൺമെന്റ് ഇനിയും അവിടെ അത്തരത്തിൽ ഒരു കോർഡിനേഷൻ, അത്തരത്തിൽ ഉള്ള ഒരു മതമൂല്യവാദത്തിന് പ്രൊമോഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് അടച്ചിട്ടിരുന്നിടത്ത് ഒരു മുഖ്യമന്ത്രി മതിൽ ചാടി അകത്ത് പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത ഇന്ത്യയിലെ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളും വലിയ ശ്രദ്ധയിൽ കൊടുക്കാതെ വന്നപ്പോൾ ഇവിടുത്തെ മീഡിയ വൺ ഉൾപ്പെടെയുള്ളവർ അതെടുത്ത് വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചതും പക്ഷെ ആരും അത് വലുതായിട്ട് ചർച്ച ചെയ്തു. അതായത് ഞാൻ ഈ പറഞ്ഞത് പഹൽഗാം ഓപ്പറേറ്റ് ചെയ്തത് പാകിസ്ഥാൻ ആണെന്നും മുനീർ ആണെന്നും പറയുമ്പോൾ പഹൽഗാം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം
ഉരുത്തിരിച്ചിരിക്കുന്നത് ഈ രണ്ട് കുടുംബങ്ങളാണ്. അതായത് കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യയും കൊള്ളയടിക്കുന്നതിനും പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം മേടിച്ച് കാശ്മീരിൽ അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനും വേണ്ടി നിന്നിട്ടുള്ള വിഘടനവാദ ശക്തികളുടെ കൂട്ടാളികളായിരുന്നു ഇവർ. വീണ്ടും അതേ അവസ്ഥയിലേക്ക് അതിൽ നിന്നും മാറി വരുന്ന ഞങ്ങളുടെ ഇന്ത്യയിൽ ഇനി ഭീകരവാദം ആർക്കും അനുവദിക്കാൻ സാധിക്കത്തില്ല എന്ന രീതിയിൽ ജനം തെരുവിലിറങ്ങിയപ്പോൾ ആ ജനത്തിന്റെ ഇടയിലേക്ക് വീണ്ടും വർഗീയത കുത്തിവെക്കുന്നതിനും പുതിയ ഒരു രീതിയിലേക്ക് ഒരു സമരമുറയുമായിട്ടാണ് ഈ ഒമർ അബ്ദുള്ള ഇറങ്ങിയിരിക്കുന്നത്. അതിന് വേറൊരു ഭദ്രകാളിയും കൂടെ കൂട്ടുണ്ട്. അതായത് ഇതേ രീതിയിൽ മതമൂല്യവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള സ്ത്രീ, അവരെ ഈ പറയുന്ന ഭദ്രകാളി എന്ന് വിളിച്ച, ഭദ്രകാളി എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്ന പോലെ മോശമായിട്ടുള്ള ഒരല്ല, ഏറ്റവും നല്ല ഒരു സങ്കല്പമാണ് ഭദ്രകാളി. ഭദ്രകാളി എന്നുള്ള നിലയ്ക്ക് ഒരു പിശാചിനി, അതായത് അവരും ഇതിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അത് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക്, അതായത് വിഘടനവാദ ശക്തികളുടെ പ്രൊമോട്ടർമാരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യക്കകത്തുണ്ട്. ആ വിഘടനവാദ അല്ലെങ്കിൽ വിഘടനവാദത്തെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് കാശ്മീരിനെ പഴയ കാശ്മീർ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഒമർ അബ്ദുള്ള നടത്തുന്നു എന്ന് വേണം കരുതാൻ. അതിനുവേണ്ടിയുള്ള ഒരു പ്രഹസനവും ഒരു ഒരുക്കവുമൊക്കെയാണ് കഴിഞ്ഞ ജൂലൈ 13 നടന്നത്. അത് വളരെ വലിയ വലിപ്പത്തിൽ ആരും ഏറ്റെടുത്തതും ചർച്ചയും ഒന്നും നടന്നിട്ടില്ല. അതതിന്റെ വഴിക്ക് വിട്ടേരെ എന്നുള്ള രീതിയിലേക്കാണ് മാധ്യമങ്ങൾ പോലും വിട്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയ വൺ ഏറ്റെടുത്തു, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏറ്റെടുത്തു. ആ ഏറ്റെടുക്കലിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. പക്ഷെ അത് പാസ്സായി പോകുമെന്ന് തോന്നുന്നില്ല. ഒമർ അബ്ദുള്ളയുടെ അഭ്യാസവും മറ്റു കാര്യങ്ങളും ഒന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. പാകിസ്ഥാന്റെ അനുവദിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഇനി ഒരു ഒമർ അബ്ദുള്ളയും ഒരു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും ഒക്കെ. പക്ഷെ അതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. 370 വകുപ്പിന് മുമ്പുള്ള ഒരു കാശ്മീർ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമായിട്ടിരുന്ന ഒരു കാശ്മീരിനെ കൊള്ളയടിച്ചിട്ട് വിദേശത്ത് കോടികൾ സമ്പാദിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ ഉദ്ദേശം, ആ ഉദ്ദേശത്തിലേക്ക് വീണ്ടും കാശ്മീർ ജനതയെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആയിട്ട് വേണം കരുതാൻ. അതായത് കാശ്മീരിനെ വീണ്ടും കത്തിക്കാൻ ഒമർ അബ്ദുള്ള ശ്രമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജമ്മു കശ്മീർ പോലെ വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് മീഡിയയും മുഴുവൻ പോലീസും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളും മന്ത്രിസഭാംഗങ്ങളും ഒക്കെ നോക്കി നിൽക്കെ മതിൽ ചാടിക്കടക്കുന്നത്. അതും 1931 മറ്റോ, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, അതായിരുന്നു വർഷം എന്ന് തോന്നുന്നു. ആ വർഷത്തിൽ മരിച്ചുപോയ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം, അവരുടെ ശവകുടീരത്തിൽ അർച്ചന നടത്തണം എന്നുള്ള പേരിലാണ് ഈ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ അത്രയും. പ്രശാന്ത് സാർ, ബഹുരസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയ ഈ ഷോ ഓഫിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെയാണ് തന്റെ എക്സിൽ പങ്കിട്ടതും എന്നുള്ളതാണ്. അപ്പോൾ താൻ കാണിച്ചത് ഒരു വീരകൃത്യമാണ്, അത് ലോകം മുഴുവൻ കാണണം. ജമ്മു കശ്മീരിൽ മറ്റെന്തോ നേടിയെടുക്കാൻ വേണ്ടി താൻ പോരാടുന്നുവെന്ന് ലോകത്തെ കാണിക്കണം എന്നൊക്കെയുള്ള ഒരു വളരെ വൈകൃതമായ ഒരു ലക്ഷ്യമായിരുന്നു ഒമർ അബ്ദുള്ളയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റു പറയാനും സാധിക്കില്ല. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.